നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 മാർച്ച് 23 മുതൽ മാർച്ച് 29 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 29-ാം തീയതി, അതായത് ഈ പറയുന്ന ആഴ്ചയുടെ അവസാന ദിവസം രാത്രിയാണ് ശനിയുടെ മാറ്റം. ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം, ഞായറും തിങ്കളാഴ്ച രാവിലെ വരെയുമുള്ള ദിവസം, അവരുടെ വിദേശത്ത് പഠിക്കുന്ന മക്കൾക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്കോ ഭർത്താവിനോ ജീവിത പങ്കാളിക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സൗഹാർദ്ദത്തിലിരിക്കുന്നവരോ അടുത്ത വ്യക്തികളോ അവരുടെ അവിടുത്തെ ജീവിതവുമായോ ജോലിയുമായോ പഠനവുമായോ ബന്ധപ്പെട്ട് നേരിയ ചില വൈമനസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അതെല്ലാം മാറും എന്ന് കാണുന്നുണ്ട്. താൽക്കാലികമായ ചില പ്രശ്നങ്ങൾ മാത്രമാണത്. ഒരുപക്ഷെ അവരുടെ സ്ഥിരമായ വാസത്തിന് വേണ്ടിയുള്ള അപേക്ഷ ആ കാര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളോ അതുമല്ലെങ്കിൽ ജോലിയിലെ മറ്റെന്തെങ്കിലും കുഴപ്പമോ ഒക്കെ ആകാം. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയൊരു വിഷമമാണ്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് അവരുടെ നാട്ടിലെ, പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർക്ക് ആശ്രിതരായ വ്യക്തികൾക്ക് ചെറിയ ചില മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ അടുത്ത ദിവസങ്ങൾ, അതായത് തിങ്കളാഴ്ച രാവിലെ 10:30-ക്കൊക്കെ ശേഷം അവരുടെ സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയിലും വളരെ പുരോഗതിയാണ് കാണുന്നത്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് ഒട്ടുമേ ദോഷമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും ദോഷമൊന്നും കാണുന്നില്ല. വരുമാന വർധനവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത, ഏറ്റവും അടുത്ത വ്യക്തികളുടെ നാട്ടിലെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ചില സ്ഥാപനങ്ങളിലെ മുന്നോട്ടുള്ള പോക്കിൻ്റെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടവരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വരുമാന വർധനവ് അവർക്ക് അനുഭവിക്കാനിടവരുന്നു. പൊതുവെ ഏകദേശം വെള്ളിയാഴ്ച വൈകുന്നേരം വരെയും അവർക്ക് കർമ്മരംഗത്തും അതുപോലെ സാമ്പത്തിക രംഗത്തും പ്രവർത്തിക്കുന്ന ഏത് കാര്യത്തിലായാലും ശരി അതിൽ വിജയമുണ്ടാകുന്നതിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഗുണമാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനത്തിൽ വിജയം, സാമ്പത്തിക ലാഭം, ധനപരമായ നേട്ടമൊക്കെ കാണുന്നു. എന്നാൽ ശാരീരികമായ അവശത ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആശുപത്രി വാസമോ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ആശുപത്രിയിൽ പോകേണ്ടി വരുന്ന അവസ്ഥയോ അതിനുവേണ്ടി പണം മുടക്കേണ്ടി വരുന്ന അവസ്ഥയോ അല്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിധത്തിൽ ശാരീരിക അവശത, പ്രത്യേകിച്ച് അലർജി സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ അസുഖമുണ്ടാകാനുള്ള സാധ്യത, കണ്ണിനോ ഹൃദയത്തിനോ ഞരമ്പിനോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ നെർവസ് സംബന്ധമായോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഈ ഒരു ദിവസം വർദ്ധിക്കാനോ അതുമായി ബന്ധപ്പെട്ട ആശുപത്രിവാസത്തിനോ പണം ചെലവഴിക്കാനോ ഒക്കെ ഇടവരുന്നതായി കാണുന്നു. ബാക്കി പൊതുവേ ഇവർക്ക് ഈ ആഴ്ചയുടെ 3/4 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനും ആഴ്ചയുടെ തുടക്ക ദിവസം ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24 രാവിലെ 10:30-ക്ക് ശേഷം, 25, 26 ഉച്ചയ്ക്ക് ശേഷവും, 27, 28 വൈകുന്നേരം വരെയും ഗുണകരമായിട്ടാണ് കാണുന്നത്. ശേഷം ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ, രണ്ടാമത്തെ മുക്കാൽ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം, ചില തടസ്സങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് യാത്രയുമായി ബന്ധപ്പെട്ടോ അത് ഏകദേശം തിങ്കളാഴ്ച ഉച്ചവരെയും നീളാനുള്ള സാധ്യതയുണ്ട്. യാത്ര തടസ്സപ്പെടുക, പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, കഴിഞ്ഞയാഴ്ച തീരുമാനിച്ച് ഈ ആഴ്ച തുടങ്ങാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അതിന് ഒരു മന്ദഗതി ഉണ്ടാവുക, പ്രത്യേകിച്ചും തിങ്കളാഴ്ച ഉച്ചവരെ. ശേഷം അവർക്ക് കുറച്ച് ഗുണകരമായി വരുന്നത് അതിന് ശേഷമുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഞായർ അതുപോലെ തിങ്കൾ ഉച്ചവരെയുള്ള ദിവസങ്ങൾ ശാരീരികമായ അവശതയും ഈ പറയുന്ന ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ അപ്രതീക്ഷിതമായിരിക്കാം ചില തടസ്സങ്ങൾ വരുന്നത്. എന്നാൽ ഇവർക്ക് ആഹ്ലാദിക്കാൻ മറ്റൊരു വകയുണ്ട് ഈ ദിവസത്തിൽ തന്നെ. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനപരമായ നേട്ടവും ഈ ആഴ്ച കാണുന്നു. ചിലപ്പോൾ
തങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും നേരത്തെ ചോദിച്ചിരുന്നതാകാം, അത്തരം വ്യക്തികളിൽ നിന്ന് ഇവർക്ക് ധനസഹായം വരുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ മുടക്കമോ പ്രശ്നമോ ഉണ്ടാക്കി സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നവർ അത് മാറ്റുന്നതായി ഇവരുടെ അടുത്ത് അറിയിപ്പ് കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പൊതുവേ ധനപരമായ കാര്യങ്ങളിലും ആ ധനം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിലുമുണ്ടായിരുന്ന തടസ്സം വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ദിവസങ്ങളിൽ മാറുന്ന വാർത്ത കേൾക്കുന്നതായോ ഉള്ള അനുഭവം ഉണ്ടാകുന്നു. എന്നാൽ തുടക്കം ശാരീരികമായ അവശത കാണുന്നുണ്ട്. തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുക, മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ചും സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഇവർ പ്രവർത്തിച്ച് ധനപരമായ കാര്യങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ഇവർ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അതിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തിങ്കളാഴ്ചയുടെ ഏകദേശം ഉച്ചവരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഇവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകുന്നെങ്കിലും ബുധൻ തൊട്ടാണ് ഇവരുടെ കർമ്മരംഗം കുറച്ചുകൂടി സ്മൂത്തായി മുന്നോട്ട് പോവുക, വളരെ സുഗമമായി മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളും ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ഈ ബുധനാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, വിചാരിച്ച കാര്യങ്ങൾ നടത്തുവാനുള്ള പണം കൃത്യം സമയത്ത് എത്തുന്നതായിട്ടും കാണുന്നു. പൊതുവെ മറ്റു തടസ്സങ്ങളെല്ലാം മാറുന്നു. വിശപ്പ് വർദ്ധിച്ചിരിക്കാനുള്ള ദിവസങ്ങളാണ് ബുധൻ, വ്യാഴം ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഇവർക്ക് അസിഡിറ്റിയുടെ അസുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ സംബന്ധമായിട്ടുണ്ടാകാവുന്ന ചില അവശതകളോ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കൂറിൽപ്പെട്ട ഈ ഫുഡിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ളവർക്ക്, പ്രത്യേകിച്ചും പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ അവശത ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. എന്തായാലും ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ആഴ്ചയുടെ തുടക്ക ദിവസത്തിലെ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ശാരീരിക അവശതയാണ്. ധനപരമായിട്ട് ഇവർക്ക് ദോഷമൊന്നും കാണുന്നില്ല. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വരെയും ഗുണമാണ്. ഇടയ്ക്കുള്ള തിങ്കൾ ഉച്ചവരെ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക പ്രശ്നം കാണുന്നില്ല. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ പിതാവിനോ അല്ലെങ്കിൽ ഇതിന് സമാനരായ വ്യക്തികൾക്കോ ചെറിയ പ്രശ്നങ്ങളോ കാരണവസ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യ സംബന്ധമായ കുഴപ്പങ്ങളോ ഉണ്ടാകാം. എന്നാൽ പൊതുവെ ഇവരുടെ ധനപരമായ കാര്യങ്ങൾക്ക് ബുധനാഴ്ചയ്ക്ക് ശേഷം വളരെ ഗുണമാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26 ഉച്ച കഴിഞ്ഞ് 27, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം വളരെ ഗുണകരമായിട്ടാണ് ഈ ആഴ്ചയിൽ കാണുന്നത്. മാത്രമല്ല അവർക്ക് ഏറ്റവും പ്രധാനം ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ചില മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതല്ലെങ്കിൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില യാത്രകൾ നടത്താം. അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചരിക്കാനോ അവരുമൊത്ത് സമയം ചിലവഴിക്കാനോ ഉള്ള ആവശ്യത കാണുന്നു. ആഴ്ചയുടെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവരുടെ മാതാവിന് ചെറിയ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ യാത്രയിൽ എന്തെങ്കിലും തടസ്സമോ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും വാഹനം സ്വയം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു 1-2 ദിവസം മാതാവുമൊത്ത് യാത്ര ചെയ്യുന്നതും അതും വളരെ വേഗതയിൽ യാത്ര ചെയ്യുന്നതും അശ്രദ്ധമായി ഓടിക്കുന്നതൊന്നും അത്ര നല്ലതല്ല എന്ന് കാണുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഇവരുടെ അതായത് ഏകദേശം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ഇവരുടെ കർമ്മരംഗത്ത് വളരെ ഗുണമാണ് കാണുന്നത്. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മ മേഖലയിലെ ഏറ്റവും നല്ല ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ അഭിനന്ദനങ്ങൾ കിട്ടുക, ആ പ്രവർത്തന വിജയങ്ങൾക്ക് കൃത്യമായ അഭിനന്ദനങ്ങൾ കിട്ടുക, മേലധികാരികളിൽ നിന്നും പ്രശംസയും മറ്റ് ആനുകൂല്യങ്ങളും നേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടം, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചരിക്കാനുള്ള അവസരം കാണുന്നു. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. സാമ്പത്തികമായ ലാഭമുണ്ടാകുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ചെയ്യുവാനോ പങ്കുകൊള്ളുവാനോ സാധിക്കുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ച ഉച്ചവരെയും അത്തരം കാര്യങ്ങളിൽ ഗുണമാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചൊവ്വ ദിവസങ്ങൾ മാതാവുമൊത്തുള്ള യാത്ര, അല്ലെങ്കിൽ തന്നെ സ്വയം വാഹനം ഓടിച്ചു പോകുന്നവർ, അമിത വേഗതയിൽ പോകുന്നവർ, ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. എന്നാൽ വ്യാഴം, വെള്ളി ദിവസങ്ങൾ, ശനി ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായ നല്ല നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. അപകട സാധ്യതയും നട്ടെല്ലിനുണ്ടാകാവുന്ന ക്ഷതങ്ങളുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ രോഗാവസ്ഥകൾ.
അതുപോലെ തന്നെ നെഞ്ച്, ശ്വാസകോശം, ഈ ഫാരിങ്സ് ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24 ഏകദേശം മധ്യാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 28, 29, 28 വൈകുന്നേരത്തിന് ശേഷം 29മാണ് മിഥുനക്കൂറുകാർക്ക് സാമാന്യം നല്ല ദിവസങ്ങൾ. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ ലാഭമാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ കുറേ കാലമായി തങ്ങൾക്ക് തരാനുണ്ടായിരുന്നവർ ആ പണം തരാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും ശത്രുസ്ഥാനത്തുണ്ടായിരുന്നവർ ആ മനോഭാവമൊക്കെ മാറ്റി ഇവരോട് കൂടുതൽ സൗഹാർദ്ദത്തിലാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത, മോഷണം പോയി എന്ന് വിചാരിച്ചിരുന്നവ അങ്ങനെ അല്ല, അത് തങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തന അധികാരികളിൽ നിന്നോ കിട്ടാനുണ്ടായിരുന്ന പണമോ അല്ലെങ്കിൽ കിട്ടാനുണ്ടായിരുന്ന തങ്ങളെക്കുറിച്ചുള്ള മതിപ്പോ ഒക്കെ ഇവർക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബുധനാഴ്ച വരെയും ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. ആഴ്ചയുടെ രണ്ടാം പകുതി, ബുധനാഴ്ചയ്ക്ക് ശേഷം അല്പം സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ബുധൻ വൈകുന്നേരത്തിന് ശേഷം വ്യാഴം ഏകദേശം ഉച്ചവരെയും ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ബുധനാഴ്ച രാത്രിക്ക് ശേഷം വ്യാഴം മൊത്തത്തിലെടുത്താൽ തന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട്, അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ആരോഗ്യ സംബന്ധമായിട്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. കണ്ണ്, അതുപോലെ തന്നെ മുഖം, ത്രോട്ട് ഭാഗങ്ങൾ, കഴുത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഉദര സംബന്ധമായ അവസ്ഥകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ഏതെങ്കിലും അസുഖം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടായിരുന്നെങ്കിൽ അത് വർദ്ധിക്കാൻ, ചെറിയ തോതിലെങ്കിലും അത് വർദ്ധിക്കാൻ ഒരു സാധ്യതയും ഈ പറയുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ഈ ദിവസങ്ങളിലും ഇവർക്ക് ധനപരമായ കാര്യത്തിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. അപ്രതീക്ഷിതമായ ധനസഹായം ഇപ്പോഴും ഇവർക്ക് വന്നു ചേരാം. വായ്പ അനുവദിച്ചു കിട്ടാം. പലിശയ്ക്കാണെങ്കിൽ പോലും അപ്പോഴേക്കും ഈ ദിവസങ്ങളിൽ ഇവരിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ധനമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ യാത്രയിൽ ചില തടസ്സം കാണുന്നുണ്ട്. കാരണവസ്ഥാനത്തുള്ളവർക്കോ പിതാവിനോ ഒക്കെ ശാരീരികമായ അവശത, അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ ഇവരുടെ രക്ഷാധികാരിയായി നിലകൊള്ളുന്ന വ്യക്തി ഇവരിലേക്ക് എത്തിച്ചേരാൻ എന്തെങ്കിലും തടസ്സമോ കാണുന്നുണ്ട്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ചത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23-ാം തീയതി, 24, 25, 26 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതായി കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ, അതായത് തിങ്കളാഴ്ച ഉച്ചവരെയും അത്ര നല്ലതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ചും സന്താനങ്ങളെ ഓർത്തോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ചില ഭാഗ്യക്കേടിനെ ഓർത്തോ ഒക്കെ വ്യസനിക്കാനുള്ള, സങ്കടപ്പെടാനുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവർ എന്താണോ ചെയ്യുന്നത് അതിന് വേണ്ടത്ര ഫലം കിട്ടാനുള്ള സാധ്യതയില്ല. വ്യഥ, മനസ്സ് ദുഃഖിക്കാൻ ഇട കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത, തിങ്കളാഴ്ച ഉച്ചവരെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മക്കളുടെ, സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും പഠന സംബന്ധമായ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. എന്നാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മാറി മറിയുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായ ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും, തങ്ങളുടെ മനസ്സിന് ഞായറും അതുപോലെ തന്നെ തിങ്കളാഴ്ച ഉച്ചവരെയും എന്താണോ വ്യസനിപ്പിച്ചത് അതിൻ്റെ നേർവിപരീതമായി അവർക്ക് സന്തോഷത്തിന് വക കിട്ടുന്നതായി കാണുന്നു. അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നതായിട്ട് കാണുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഏകദേശം 4 ദിവസങ്ങളോളം ഇവർക്ക് സാമ്പത്തികമായ നേട്ടമാണ് കാണുന്നത്. തങ്ങൾ ഏതെങ്കിലും അതായത് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും പണമോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 4 ദിവസങ്ങൾക്കുള്ളിൽ അത്തരം കാര്യങ്ങൾ നടക്കും. കർമ്മത്തിൽ വളരെ നന്നായിട്ട് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു. അവരുടെ തൊഴിൽ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ നന്നായി തിളങ്ങാൻ ഇവർക്ക് സാധിക്കുന്നു. അതിൽ നിന്ന് സാമ്പത്തിക ലാഭവും നേട്ടവും ഉണ്ടാകുന്നു. ആഴ്ചയുടെ അവസാന ദിവസം അൺഎക്സ്പെക്റ്റഡായിട്ട്, അപ്രതീക്ഷിതമായിട്ട് ചില സുഹൃത്തുക്കൾ ഇവരുടെ സങ്കേതങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില സാഹസിക കർമ്മങ്ങളിൽ, പ്രത്യേകിച്ചും ആഹ്ലാദിക്കാനുള്ള ചില കർമ്മങ്ങളിലൊക്കെ ഇടപെടാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തന്നെ ചില ശാരീരികമായ അവശതകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിപത്തുകളോ ചെറിയ തോതിലെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ട് ഇവരുടെ ഇത്തരം വേളകളിൽ എന്നുകൂടി കരുതുക. അതുകൊണ്ട് തന്നെ അത്തരം കർമ്മങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക.
എന്നാൽ പണം ഈ ദിവസങ്ങളിലും ഇവരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയിലെ തുടക്ക 1.25 ദിവസങ്ങളോളം അല്ലെങ്കിൽ 1.5 ദിവസങ്ങളോളം ഉണ്ടാകാവുന്ന സാമ്പത്തിക പരാധീനതകൾ പിന്നീട് അങ്ങോട്ട് അങ്ങനെ കാണുന്നില്ല ഈ ആഴ്ചയിൽ. എന്നാൽ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശനി, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശനി ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായി ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാം. അലർജി അസുഖങ്ങളോ ഭക്ഷണം ശരീരത്തിൽ ചെന്നിട്ടുണ്ടാകാവുന്ന അലർജി പ്രശ്നങ്ങളോ ഉദരസംബന്ധമായ വൈഷമ്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അഷ്ടമത്തിലാണ് ഇപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ, ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 24 രാവിലെ 10:30 ശേഷം 25, 26, 27, 28 വൈകുന്നേരം വരെയും താരതമ്യേന ഗുണമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതി അത്ര ശോഭനീയമായി കാണുന്നില്ല. വീട് വിട്ട് താമസിക്കേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഉദ്യോഗ സംബന്ധമായ എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായി കുടുംബ സംബന്ധമായ ആവശ്യത്തിനോ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി കാണുന്നു. തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി തിരിച്ചെത്തുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾക്കത്ര നല്ലതല്ല ചൊവ്വ, ബുധൻ ദിവസങ്ങൾ. അതുപോലെ ഇവരുടെ പ്രവർത്തനങ്ങളിലും എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാം. ഭാഗ്യക്കേടിൻ്റെ ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതി അധ്വാനം കൊണ്ടുണ്ടാകാവുന്ന ക്ഷീണം, അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ ഉണ്ടാകാവുന്ന ചെറിയ വീഴ്ചകൾ, ഇതൊക്കെ തന്നെ ഇവരെ ഈ ദിവസങ്ങളിൽ ശല്യപ്പെടുത്താൻ, മാനസികമായി ശല്യപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആദ്യ പകുതിക്ക് ശേഷം, അതായത് ബുധനാഴ്ച വൈകുന്നേരത്തിന് ശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപഴകാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രകാശമാനമാക്കാൻ, കർമ്മമേഖല വളരെ ദീപ്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഊർജ്ജസ്വലവും അതുപോലെ തന്നെ കാര്യക്ഷമവുമായ പ്രവർത്തന ശക്തി കൊണ്ട് തങ്ങളുടെ മേലധികാരികളെയും സഹപ്രവർത്തകരെയും അത്ഭുതപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം, ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി ഇവർക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായി അതിന് തക്കവണ്ണമുള്ള ശക്തി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതായും മനസ്സിന് സന്തോഷമുള്ള വ്യക്തികളുമായി അഭിരമിക്കുന്നതായും കാണുന്നുണ്ട്. പ്രണയ സാഫല്യമോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അനുകൂലവും സന്തോഷകരവുമായ വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നു. ചില യാത്രകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ അവസാന ദിവസങ്ങളിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുകയും അതിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഇടവരുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അനുകൂലമായ പല തീരുമാനങ്ങളും ഉണ്ടാകുന്നു. പൊതുവെ ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് ഈ കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ നല്ല ദിവസമെന്ന് മനസ്സിലാക്കുക. ശാരീരികമായ അവശത ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ലങ്സുമായി ബന്ധപ്പെട്ട് ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളോ ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ കൃത്യമായി ശബ്ദം പുറത്തേക്ക് വരാൻ സാധിക്കാത്ത തരത്തിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുക, ഇതൊക്കെ തന്നെയും ഇവർക്ക് ദോഷമുണ്ടാക്കാവുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം സന്താനങ്ങൾക്കും ശാരീരികമായ ചെറിയ അവശതയോ പഠന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പക്ഷേ ആദ്യ പകുതിക്ക് ശേഷം, അതായത് ബുധനാഴ്ചയ്ക്ക് ശേഷം പൊതുവെ കാര്യങ്ങൾ അനുകൂലമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മക്കളുടെ കാര്യത്തിലായാലും ശരി, ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ഗുണമാണ് ആഴ്ചയുടെ രണ്ടാം പകുതി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26 ഉച്ച കഴിഞ്ഞ് 27, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവർക്ക് ആദ്യ ദിവസങ്ങൾ അനുകൂലമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച ഉച്ചവരെയും കാര്യങ്ങൾ അനുകൂലമാണ്. അത് കഴിഞ്ഞാൽ ഒരു 3-3.5 ദിവസത്തോളം, അതായത് തിങ്കൾ ഉച്ച മുതൽ ചൊവ്വ, ബുധനാഴ്ച വൈകുന്നേരം വരെയും അത്ര ഗുണകരമല്ല. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആളുകളുമായി ഇടപഴകുന്ന കാര്യത്തിലും പ്രവർത്തന മേഖലയിലും, അതായത് ഓഫീസിലായാലും ശരി, സ്വന്തം സ്ഥാപനത്തിലായാലും ശരി, അതല്ലെങ്കിൽ സർക്കാർ ഓഫീസിലായാലും ശരി, ചെറിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അത് മനോവിഷമത്തിന് കാരണമാവുകയും ചെയ്യും. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. പ്രത്യേകിച്ചും മാതാവ് അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർ ഇവരുമായി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ സ്ത്രീ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ മാതാവ്, ഭാര്യ, സഹോദരി, മകൾ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, ഈ സ്ഥാനത്തുള്ളവർക്ക്
ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരായ പുരുഷന്മാരുമൊത്ത് സഞ്ചരിക്കവേ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അപകടമല്ലെങ്കിൽ തന്നെ ഇവരുമായൊക്കെ, ഈ വ്യക്തികളുമായൊക്കെ മാനസികമായി എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാവുന്ന തരത്തിൽ ചില സംഭാഷണങ്ങളോ ചില അവസ്ഥകളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് കൃത്യമായ മാനസിക നിയന്ത്രണത്തോടു കൂടി അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ സൗമ്യമായി തരണം ചെയ്യാൻ ശ്രമിക്കുകയോ വേണം. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഈ പറയുന്ന ദോഷവശങ്ങൾക്കൊക്കെ വിപരീതമായിട്ട് ഇവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകാവുന്ന തരത്തിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് അവരുടെ മനസ്സിന് തൃപ്തി നൽകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചില ബാധ്യതകൾ കൃത്യമായി തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അത് തങ്ങളുടെ ജോലി സ്ഥലത്തായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട കർമ്മ മേഖലയിലായാലും ശരി, അത് കൃത്യമായി നിറവേറ്റാൻ സാധിക്കുന്നു. സാമ്പത്തികമായിട്ട് ഇവർക്ക് കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ വരെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു ആഴ്ചയുടെ അവസാന 2 ദിവസങ്ങൾ. രോഗത്തിൽ നിന്നുമൊക്കെ മുക്തിയാണ് ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ. അതുകൊണ്ട് പൊതുവെ ഗുണമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് കൂടുതൽ ഗുണം. തുടക്ക ദിവസവും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. മധ്യഭാഗത്തുള്ള, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ബുധനാഴ്ച വൈകുന്നേരം വരെയുള്ള ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ ഇവരെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി അത്തരം കാര്യങ്ങളിൽ മരുന്ന് കഴിച്ചും അതുപോലെ തന്നെ മറ്റ് പ്രതിവിധികളൊക്കെ നേടിയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24 ഏകദേശം മധ്യാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 28, 29 ദിവസങ്ങൾ, 28 ഉച്ചയ്ക്ക് ശേഷം 29 ദിവസങ്ങളും ഇവർക്ക് താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾ, അതായത് ഞായർ തിങ്കളാഴ്ച ഉച്ചവരെയുള്ള സമയം വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇവരുടെ തന്നെ വാക്കിൻ്റെ പാരുഷ്യത്താൽ, വാക്ക് പാരുഷ്യം സപ്തവ്യസനങ്ങളിൽ ഒന്നാണ്. പുരാണങ്ങളിൽ പറയുന്നുണ്ട്, 7 ദുഃഖങ്ങളിൽ ഒന്നാണ് വാക്ക് പാരുഷ്യം. വാക്കുകൊണ്ട് ഉണ്ടാകാവുന്ന ശത്രുത, അത് ഉണ്ടാകാനുള്ള സാധ്യത ഈ പറയുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എന്നാൽ ധനപരമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. ഏറ്റവും അടുത്ത വ്യക്തികൾ, ബന്ധുക്കൾ, ഇതൊക്കെ ഇവരെ ധനപരമായി സഹായിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ചില പ്രത്യേക ആവശ്യങ്ങളിൽ ധനം തരികയോ ചെയ്യാം. ഇവർ അപേക്ഷിച്ചിരുന്ന കടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഭൂമിയോ പ്രോപ്പർട്ടിയോ മറ്റേതെങ്കിലും വാഹനമോ വസ്തുവോ ഒക്കെ വിറ്റ് പണം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ വർത്തമാനം കേൾക്കാനുള്ളൊരു സാധ്യതയും ഈ ദിവസങ്ങളിലുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയൽക്കാർ, ഇവരുമായിട്ടൊക്കെ വർത്തമാനത്തിൽ തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വാക്പാരുഷ്യം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത്. അത് ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആഴ്ചയുടെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൊതുവെ ഇവർക്ക് ഗുണമാണ്. കുറച്ചുകൂടി ഊർജ്ജസ്വലതയും മനോധൈര്യവും പ്രവർത്തനങ്ങളിൽ വീര്യവും ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മ മേഖലയിൽ നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഒരു സിഗ്സാഗ് മോഷനിലാണ് വൃശ്ചികക്കൂറിന് ഈ ആഴ്ച. തുടക്കം 1.5 ദിവസം അല്പം മോശം, അതിനുശേഷമുള്ള 2 ദിവസങ്ങൾ ഗുണം, പിന്നീടുള്ള 2 ദിവസങ്ങൾ വീണ്ടും ഇത്തിരി ദോഷം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും രക്ഷാകർതൃ സ്ഥാനമുള്ളവർക്കോ മാതാവിൻ്റെ ബന്ധുക്കളോ മാതാവിനോ ശാരീരികമായ അവശത, വാഹനവുമായി ബന്ധപ്പെട്ട് അല്പം ദോഷമൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ഞാനീ പറഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചൊവ്വ ബുധൻ ദിവസങ്ങൾ അല്ല, ബുധനാഴ്ചയ്ക്ക് ശേഷം വ്യാഴം വെള്ളി ദിവസങ്ങൾ ഈ തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാം. ശനിയാഴ്ച ദിവസങ്ങൾ സന്താനങ്ങൾക്കും അത്ര നല്ലതല്ല. അതുകൊണ്ട് ആഴ്ചയുടെ 3 ദിവസങ്ങൾ, പകുതി ദിവസങ്ങൾ നല്ലതാണ്. അതിങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ആദ്യത്തെ 1.5 ദിവസം, അതിനുശേഷം ഒരു 2.5-3 ദിവസത്തോളം നല്ലതാണ്. പിന്നീട് ഉണ്ടാകാവുന്ന ദോഷങ്ങളൊക്കെയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വൃശ്ചികക്കൂറുകാർ. തുടക്ക ദിവസങ്ങളിലെ ദോഷകരമായ അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്ക് ശ്രദ്ധിക്കുക, ആൾക്കാരോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക, വാഹനം സൂക്ഷിച്ച് ഓടിക്കുക. ഇതാണ് പൊതുവെ പറയാനുള്ളത്. സാമ്പത്തികമായി വലിയ ദോഷങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല. കൃത്യമായി ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും
പിന്നീട് വരുന്ന ദിവസങ്ങളിലും അതുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവരുടെ തന്നെ രക്ഷയ്ക്കും ഇവരുടെ തന്നെ ആരോഗ്യപരമായ സുരക്ഷയ്ക്കുമൊക്കെ വേണ്ടി സാമ്പത്തികമായി കുറേ ചിലവ്, ഇവരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ പൊതുവേ ഉള്ള ചില കാര്യങ്ങൾക്കും ഒക്കെ സാമ്പത്തികമായി ചിലവ് വരുമെന്നേ ഉള്ളൂ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 24 രാവിലെ മുതൽ ഏകദേശം 10 മണി മുതൽ 25, 26 ഉച്ചവരെയും. അത് കഴിഞ്ഞ് അത്രയാണ് ഇവർക്ക് വളരെ ഗുണം. അത് കഴിഞ്ഞാൽ പിന്നീട് അല്പം ദോഷവശങ്ങൾ ഉണ്ട്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ശാരീരികമായിട്ട് ഇവർക്ക് കുറച്ച് ഗുണം കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അമിതമായ ചില അധ്വാനങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇവർ. അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിൽ, പ്രത്യേകിച്ചും ജീവിതവുമായി ബന്ധപ്പെട്ട, ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ ഇവർ വളരെ ശ്രദ്ധിക്കണം. അതായത് ഇവർക്ക് 7ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവരുടെ തന്നെ വാക്ക് ശത്രുവായി മാറാം, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമൊത്തുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ പ്രവർത്തനങ്ങളിൽ, ഒരുമിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഇത്തരം ഒരു ഈഗോ പ്രവർത്തിക്കുന്നതിനാൽ അത് വളരെ ഒതുക്കി ജീവിക്കാൻ ശ്രമിക്കണം. കർമ്മരംഗത്ത് ഇവർക്കുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് എന്തായാലും മാറ്റമുണ്ട്. കുറച്ചുകൂടി ആളുകൾ അംഗീകരിക്കുന്ന തരത്തിൽ തങ്ങളുടെ പ്രവർത്തന മേഖല ഇവർക്ക് വളരെ ശക്തമാക്കാൻ സാധിക്കുമെന്ന് തന്നെ കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമാണ്. ഇവരുടെ മാതൃകുടുംബത്തിൽ നിന്നുമൊക്കെ ഇവർക്ക് മാനസികമായി സന്തോഷം ലഭിക്കുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കും. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ഒരു 50-50 ചാൻസിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ, ഹൃദയത്തിനോ അതുപോലെ BP സംബന്ധമായ അസുഖങ്ങളോ അതുപോലെ തന്നെ നെർവസ് സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നവർ, അത് ഈ ഒരു കാലയളവിൽ അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഡയബറ്റീസൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. എന്നാൽ അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഒരു 50-50 അവസ്ഥയിൽ 50% ആരോഗ്യം, 50% ദോഷാവസ്ഥകൾ വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു ഈ നക്ഷത്രക്കാർക്ക്. സ്വന്തം നാട്ടിലോ വീട്ടിലോ ഒക്കെ എത്താനുള്ള ഒരു സാധ്യത ഇവർക്കിപ്പോൾ കൂടുതലാണ്. അല്ലെങ്കിൽ അത്തരം മോഹങ്ങൾ ഇപ്പോൾ വർദ്ധിക്കും. സാമ്പത്തികമായിട്ട് ദോഷങ്ങളൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസരങ്ങൾ, വേളകൾ ഉണ്ടാവുക, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചരിക്കുക, അവരുമായി സമാഗമം നടത്താൻ സാധിക്കുക, ഇതൊക്കെ തന്നെ ഇവർക്കിപ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. അത് കഴിഞ്ഞുള്ള ഒരു 2-3 ദിവസങ്ങൾ, 2 ദിവസങ്ങൾ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കണം. ചില അമിതാവേശത്തിൻ്റെ പുറത്തുണ്ടാകാവുന്ന വർത്തമാനങ്ങൾ ചിലപ്പോൾ ദോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതായിരിക്കാം ഒരുപക്ഷെ കുടുംബത്തിലോ അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്നവരുമൊത്തോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു 2 ദിവസങ്ങൾ. എന്നാൽ വ്യാഴം, വെള്ളി ദിവസങ്ങൾ ഇവർക്ക് പൊതുവെ അനുകൂലമാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ അനുകൂലമാണ്. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് കുറച്ചുകൂടി ഇവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. നന്നായിട്ട് ഇവർക്ക് സമൂഹത്തിൽ ഇടപെടാൻ സാധിക്കും. അതുപോലെ തന്നെ മനസ്സിലുണ്ടായിരുന്ന നൈരാശ്യവും മടിയുമൊക്കെ മാറി കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇവർക്ക് നല്ല നേട്ടമുണ്ടാകുന്നു. ആഴ്ചയുടെ 2ാം പകുതി തൊട്ടുള്ള ഒരു 2-3 ദിവസങ്ങൾ വളരെ ഗുണമാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില അവശതയോ പ്രശ്നങ്ങളോ മനോവിഷമമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് ദോഷം നേരത്തെ ആരോഗ്യ സംബന്ധമായി ഉണ്ടായിരുന്നെങ്കിൽ അത് വർദ്ധിക്കാനിടയുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസമാണ് അതിന് കൂടുതൽ സാധ്യത. ഈ ആഴ്ചയിൽ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24 മധ്യാഹ്നം വരെയും ശേഷം 26 ഉച്ച കഴിഞ്ഞ് 27, 28 വൈകുന്നേരം വരെയും ഗുണമാണ്. അത് കഴിഞ്ഞ് ഇനി പറയേണ്ടത് മകരക്കൂറാണ്. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾ കഴിഞ്ഞാൽ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചൊവ്വ, ബുധൻ ദിവസങ്ങളും ശേഷം വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് ശേഷം ശനിയുമൊക്കെ വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഈ ദിവസങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായ നേട്ടത്തിനും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ചാരുതയോടുകൂടി, കർമ്മശക്തിയോടുകൂടി ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു എന്നതിൻ്റെയും ഒക്കെ ഒരു തെളിവുള്ള ദിവസങ്ങളാണിത്. വിജയത്തിൻ്റെ ദിവസങ്ങളെന്ന് വേണമെങ്കിൽ പറയാം.
എന്നാൽ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഉദര സംബന്ധമായ ചില വിവശതകളാണ്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ എടുത്തു പറയേണ്ടത് ഇവരുടെ വയറിന് ചെറിയ ദോഷങ്ങൾ ഉണ്ടാവാം. ഇൻഡൈജഷൻ സംബന്ധമായോ അല്ലെങ്കിൽ ഫിസ്റ്റുല, പൈൽസ് മുതലായ അസുഖങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് ഉണ്ടാകാവുന്ന ഉദര സംബന്ധമായ വൈഷമ്യങ്ങളോ ഇവരെ പിന്തുടരാവുന്നതാണ്. പൊതുവേ സാമ്പത്തികമായ ലാഭം ഇവർക്കുണ്ട്. പ്രത്യേകിച്ചും ഈ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചൊവ്വ ബുധൻ വൈകുന്നേരം വരെയും അതിനുശേഷം ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണം കാണുന്നുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലൊക്കെ സൗമ്യതയുണ്ടെങ്കിലും ഈ രണ്ടാം പകുതി, ആഴ്ചയുടെ രണ്ടാം പകുതിയെ തുടർന്നുള്ള ഒരു 1-2 ദിവസങ്ങൾ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. അതുപോലെ വാഹനം ഓടിക്കുന്ന കാര്യത്തിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പങ്ങളില്ലാത്തൊരാഴ്ച എന്ന് പറയാം. ഇടയ്ക്കുള്ള ചില ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥകളും കാണുന്നുണ്ട്. രോഗം അല്ലെങ്കിൽ അസുഖം എന്ന് പറയാവുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദര സംബന്ധമാണ്. അതുപോലെ അലർജി അസുഖങ്ങൾ, നീർദോഷത്തിൻ്റെ അസുഖങ്ങൾ ഇതും ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 24 രാവിലെ 10 മണിക്ക് ശേഷം 25, 26 ഉച്ചവരെയും അത് കഴിഞ്ഞാൽ 28 വൈകുന്നേരത്തിന് ശേഷം 29 ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവർക്ക് ദോഷകരം എന്ന് പറയാവുന്നത് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ സാമ്പത്തികമായി വളരെ ഗുണത്തെ കൊടുക്കും, അതിന് ദോഷമൊന്നും കാണുന്നില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അമിത ചിലവിൻ്റെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അത് ആരോഗ്യ സംബന്ധമോ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടോ ആകാമെന്ന് കാണുന്നു. ചിലപ്പോൾ ഈ ബന്ധുത്വം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ആരോഗ്യനിലയിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളും ആകാം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങളിൽ മാതാവ്, ഭാര്യ, സഹോദരി, മകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, സ്ത്രീ സുഹൃത്തുക്കൾ ഇവർക്ക് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് സാമ്പത്തികം ഉൾപ്പെടെയുള്ള ചിലവ് ഉണ്ടാകാം. സമയത്തിൻ്റെ ചിലവും സാമ്പത്തികമായ ചിലവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നത്. അതിനുശേഷം സാമ്പത്തികമായി നല്ല ഗുണം കാണുന്നുണ്ട്. ഈ കൂടുതൽ ധനം ഇവരിലേക്ക് വന്നു ചേരുന്നതാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം. പ്രത്യേകിച്ച് ബുധനാഴ്ച ഒരു മധ്യാഹ്നത്തിന് ശേഷമൊക്കെ, സായാഹ്നത്തിന് ശേഷമൊക്കെ, മധ്യാഹ്നത്തിന് ശേഷമല്ല, ബുധനാഴ്ച സായാഹ്നത്തിന് ശേഷമൊക്കെ കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത ഇവരിലേക്ക് വന്നു ചേരും. മനോധൈര്യം, അതുപോലെ പ്രവർത്തിക്കാനുള്ള വീര്യം, ഊർജ്ജസ്വലത ഇതെല്ലാം വർദ്ധിക്കും ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. പൊതുവെ ഗുണകരമാണ് ആഴ്ചയുടെ രണ്ടാം പകുതി എന്ന് പറയാം. സാമ്പത്തികമായ ലാഭം, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചരിക്കാനുള്ള അവസ്ഥ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയുമൊക്കെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനും മനസ്സിന് സന്തോഷം പങ്കുവയ്ക്കാനുമൊക്കെ സാധിക്കുന്ന ദിവസങ്ങളാണ്. കർമ്മരംഗത്തും നന്നായി ശോഭിക്കാം. സാമ്പത്തികമായ ലാഭവും കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും ഇവർക്ക് നേട്ടമാണ്. എന്നാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചൊവ്വ ബുധൻ ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. സാമ്പത്തികമായി അമിത ചിലവ്, ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായും അലർജി അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശ്വാസതടസ്സത്തിൻ്റേതായ പ്രശ്നങ്ങളോ ഒക്കെ ആകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ലങ്സ്, അതുപോലെ ജലം ശരീരത്തിൽ കൂടുതൽ കിടക്കുന്ന ശാരീരിക അവയവങ്ങൾക്ക്, ഉദരം ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് ദോഷമുണ്ടാകാം. ലങ്സിൽ കഫം കെട്ടിക്കിടന്നിട്ടുണ്ടാകാവുന്ന അസുഖങ്ങൾ, ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ, വൈറൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സന്താനങ്ങൾക്കും ചെറിയ അവശത ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24 ഏകദേശം മധ്യാഹ്നം വരെയും ശേഷം 26 ഉച്ച കഴിഞ്ഞ് 27, 28 വൈകുന്നേരം വരെയും ഗുണമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ മാധ്യ പകുതി വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാനത്തെ ദിവസവും വളരെ ഗുണകരമായിട്ട് കാണുന്നു. ആദ്യ പകുതി എന്ന് പറയുമ്പോൾ ഞായർ മുതൽ ഏകദേശം ബുധനാഴ്ച വൈകുന്നേരം വരെയും സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയവും ഉണ്ടാകുന്നു. മാതാവിന് ചെറിയ അവശത ഉണ്ടാകാം. ചിലപ്പോൾ മാതൃകുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നോ ഒന്ന് മാറി നിൽക്കാനുള്ള സാധ്യത
എന്നാൽ സകുടുംബം ജീവിക്കുന്നു, അതിനുള്ള സന്തോഷവും സാമ്പത്തികമായ വരവുമൊക്കെ ഉണ്ടാകുന്നു. പൊതുവെയുള്ള മനസ്സിൻ്റെ ആലസ്യവും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അധൈര്യവും പേടിയുമൊക്കെ മാറുന്നു. ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ, ചുണയോടുകൂടി പ്രവർത്തിക്കാൻ, കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മമേഖല വളരെ തിളങ്ങുന്നു. അതിൽ നിന്ന് വരുമാനവും കൃത്യമായി വരുന്നു. ആ വരുമാനം ഇവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇവരുടെ സഹായമായി മാറുന്നു. ഈ അവസരത്തിൽ ആഴ്ചയുടെ അവസാന ദിവസത്തിൽ മനസ്സ് കുറച്ചുകൂടി ശക്തമാവുകയാണ് ചെയ്യുന്നത്. വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ഗുണകരമായി പ്രവർത്തിക്കാനുള്ള അവസ്ഥയാകാം. ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണ്, രാത്രിയാണ്, 29-ാം തീയതി രാത്രിയാണ് ശനി അവരുടെ ജന്മത്തിലേക്ക് വരുന്നത്. പക്ഷേ തുടക്കമേ ആയിട്ടുള്ളൂ. ഒരു രാശി കിടക്കാൻ ശനിക്ക് 1 മാസം വേണം. 30 രാശി കിടക്കുമ്പോൾ അത്രയും ദിവസങ്ങളാകും. അതുകൊണ്ട് വളരെ സ്ലോയിൽ, മന്ദതയിൽ, അതുകൊണ്ടാണല്ലോ മന്ദൻ എന്ന് വിളിക്കുന്നത്, മന്ദതയിൽ മാത്രമേ ദോഷങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ തരത്തിലായിരിക്കും അത് വരിക, ഓരോ കാലഘട്ടത്തിലായിരിക്കും വരിക. എന്തായാലും പൊതുവേ മെയ്ക്ക് ശേഷം വ്യാഴം കൂടെ 4-ൽ പോകുന്നത് കൊണ്ട് ഇവരുടെ സാമ്പത്തികവും കുടുംബപരവുമായ കാര്യങ്ങളിലൊക്കെ ഭദ്രത ഉണ്ടാകും. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഈ ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസവും ഗുണകരമായിട്ടാണ് കാണുന്നത്. ശാരീരികമായ അവശത ഇവരെ സംബന്ധിച്ചിടത്തോളം കാൽമുട്ട്, കാൽപാദം, തുട ഈ ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസിൽ ഒക്കെ നീറ്റൽ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26 ഉച്ചവരെയും ശേഷം 28 വൈകുന്നേരം 29 ഗുണകരമാണ്. ശനിദോഷ പരിഹാരങ്ങൾക്ക് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ആണ് ഏറ്റവും ഉത്തമം. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. അതുപോലെ തന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. ശനിയാഴ്ച കറുത്ത വസ്ത്രം ധരിക്കുക, ഉപവാസം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ വ്രതമനുഷ്ഠിക്കുകയോ ചെയ്യുക. ശനീശ്വരനോ ധർമ്മശാസ്താവിനോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുക. കടുംപായസം കഴിപ്പിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, അങ്ങനെ നീരാഞ്ജനം കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ശനിദോഷ പരിഹാരത്തിന് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വ്യാഴദോഷത്തിനാണ് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത്. വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയം മുതൽ 1 മണിക്കൂറിനകം മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും പാൽപ്പായസ നൈവേദ്യവും അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കലുമൊക്കെ വളരെ ഗുണകരമാണ്. കലിയുഗത്തിലെ പരമപ്രധാനമായ ജപം, അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. ഓം നമോ നാരായണായ. അകാരണമായ ഭയം, ആശങ്കകൾ, മരണഭയം, ഇതൊക്കെ രോഗഭയം, ഇതൊക്കെ ഒഴിവാക്കാൻ നാഗദോഷം, നാഗഭക്തി അല്ലെങ്കിൽ നാഗദൈവങ്ങൾക്ക് തൃപ്തി വരുത്തൽ ഏറ്റവും നല്ലതാണ്. അതിനേറ്റവും ഉത്തമമാണ് നൂറും പാലും, നാഗബലി ഒക്കെ ഉള്ള, സർപ്പബലിയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാർക്ക്, ദോഷമുള്ള നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ ആയില്യ മഹോത്സവത്തിനോ നൂറും പാലും കൊടുക്കുക. അതുപോലെ തന്നെ ഓം നാഗായ നമ ജപിക്കുക, ഓം അനന്തായ നമ എന്ന് ജപിക്കുകയൊക്കെ വളരെ നല്ലതാണ്. കേതുദോഷ പരിഹാരത്തിന് ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതിയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതിയെ നമ എന്നോ ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. അതുപോലെ തന്നെ ഉണ്ണിയപ്പ നൈവേദ്യവുമൊക്കെ വളരെ നല്ലതാണ്. ചൊവ്വാഴ്ചയോ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത് ചെയ്യാം. ഗണപതിക്കും മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.